നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. 100% ആത്മാർത്ഥമായിട്ടും നിരുപദ്രവമായി പറഞ്ഞൊരു കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ പേര് മുസ്ലിം എന്ന് മാറ്റണമെന്ന്. മുസ്ലിം സമുദായത്തിനും മുസ്ലിം പേരിന് ഒരു കുഴപ്പമില്ല, പക്ഷെ അത് ആത്മീയ വശം. ഇത് ഭൗതികമാണ്, രാഷ്ട്രീയമാണ്. ഭൗതികത്തിൽ ഒരു ജാതിയുടെ പേര് പറയാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ലോകത്ത് അങ്ങനെ പേരില്ല. അത് 100% ആത്മാർത്ഥമായിട്ടും ലീഗിനോട് സ്നേഹിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് എൻ്റെ ശ്രോതാക്കൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ചിലർക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം പേര് മാറ്റാൻ പറയുന്നത്? പൊളിറ്റിക്കലി ലോകത്തിൽ നിന്ന് ഒരു പാർട്ടിയും മുസ്ലിം പേരില്ലെന്നേ, ഒരു പാർട്ടിയും ജാതി പേരില്ല, ഇന്ത്യയിലില്ല, കേരളത്തിലും ഇല്ല. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇന്നത്തെ അതിൻ്റെ സെറ്റപ്പ് വെച്ച് അവർക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, അതിന് വലിപ്പമുണ്ട്. പക്ഷെ മുസ്ലിം എന്ന ജാതി പേരിലുള്ള പാർട്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ സമ്മതിക്കുമോ? മുസ്ലിങ്ങൾ പോലും സമ്മതിക്കുമോ? അപ്പോൾ എന്താ വേണ്ടത്? ആ പേരൊന്നും മാറ്റുക. പൊളിറ്റിക്കലി മറ്റ് ആത്മീയമായിട്ട് സമസ്തയെ കണ്ട് എത്ര രീതി പോകുന്നു, ഒരു കുഴപ്പം മുസ്ലിമില്ല. മറ്റ് ഏതൊരു മതത്തോടൊപ്പം തന്നെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മതമാണ് ഇസ്ലാം മതം ലോകത്ത്. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോഴേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് മാറ്റം വളർച്ചയാണ്. എന്തുകൊണ്ടാണ്? 3 ജനസംഖ്യ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുണ്ട്. 20% ഏതാണ്ട് 5-1 വരുള്ളൂ മുസ്ലിങ്ങൾ. പക്ഷേ ഏതാണ്ട് 3-1 ന്യൂനപക്ഷ ക്രിസ്ത്യാനിയും മറ്റേ പാർസി ഈർച്ചയൊക്കെ ആയിട്ടും ഉണ്ട്. അപ്പോൾ 3-1 ജനസംഖ്യ പാർട്ടിക്ക് ഇന്ത്യയിലെ 1ാമത്തെ 2ാമത്തെ പാർട്ടിയാകാം. അത് മാത്രം ചെയ്താൽ മതി. ഒരുപടി അവസരങ്ങൾ എടുക്കാട്, വലിയ വലിയ സാധ്യതകളുണ്ട് ഇന്ന് മുസ്ലിം ലീഗ് നയിക്കുന്ന ആ നേതൃത്വത്തിന്. പക്ഷെ അതൊന്നും കാണാതെ ഈ കോൺഗ്രസ് നേതാക്കളുടെ വാലായി നിന്ന് ചെറിയ നക്കാപ്പിച്ച കിട്ടി ഒതുങ്ങി പോകുന്നതല്ലുടെ സങ്കടം. അത് അഭിമാനമുള്ളവനും ബുദ്ധിയുള്ളവനും ചിന്തകനും അത് മനസ്സിലാവും. അവനത് ഇഷ്ടം, അവൻ സങ്കടം വരും. അത് അല്ലാതൊക്കെ എന്താണ് സതീഷിൻ്റെയോ അല്ലെങ്കിൽ രമേശിൻ്റെ അല്ലെങ്കിൽ പണ്ട് കരുണാകരൻ്റെ കൂടെ നിന്ന് ഓച്ചാഞ്ചത് എന്തെങ്കിലും ആനുകൂല്യം പറ്റി ഓക്കെ ആ മലപ്പുറം ലീഗായിട്ട് അങ്ങോട്ട് പോകാം. അതല്ല നിങ്ങൾക്കതിനേക്കാൾ അവസരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നത് നിങ്ങൾ പേര് മാറ്റാതെ നിങ്ങളോട് ഇഷ്ടക്കൊണ്ടായിട്ടില്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? അംബേദ്കർ പറഞ്ഞ പോലെ അത് മനസ്സിലാകുന്നില്ല. അംബേദ്കർ പറഞ്ഞെന്നറിയുമോ, ഞാൻ ഈ രഥം ഉരുട്ടി ഇവിടം വരെ എത്തിച്ച് നിങ്ങൾ ഒരു കാരണവശാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ താഴോട്ട് പുറകിലേക്ക് പോരുത്, അവിടെ നിൽക്കണം. 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം രൂപീകരിച്ചപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ മുസ്ലിമിൻ്റെ വളർച്ചയും ഇന്നത്തെ വളർച്ചയും നമ്മൾ നോക്കുമ്പോൾ വളരെ മോശമാണ്. അതാണ് നമ്മൾ പറയുന്നത്. താഴോട്ട് പോകില്ലേ? അംബേദ്കർ പറഞ്ഞ അതേ ഭാഷയാണ് മൊയ്തീൻ ഷാ പറഞ്ഞത്. സ്നേഹത്തിൻ്റെ പേരിൽ പറയാണ്. എൻ്റെ ശ്രോതാക്കൾ നിങ്ങൾ ആരും എന്നോട് ദേഷ്യം വ്യാഖ്യാൻ, നിങ്ങളോട് ആ ഇഷ്ടക്കുറവില്ല, മുസ്ലിം ലീഗിലുള്ള സമുദായത്തോടും ഇല്ല. കാരണം എൻ്റെ സമുദായമല്ലേ, എൻ്റെ സമുദായത്തിൽ ഞാൻ മാന്യത ഇപ്പം എനിക്കെന്ത് സ്ഥാനം? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അംബേദ്കർ പറഞ്ഞാൽ രഥം ഉരുട്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവാണ്, ഞാൻ ഇവിടെ വെച്ച് നിർത്തി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട അവിടെ നിർത്തുക. പക്ഷെ താഴോട്ട് ബാക്കിലേക്ക് പോയത് ഇത് ഇന്ത്യൻ കൂടെ മുസ്ലിംക്ക് താഴോട്ട് പോവാണ്. ഇന്ത്യൻ കൂടെ മലപ്പുറം ലീഗായിട്ട് അതമ്പതിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മുസ്ലിം ലീഗ് വിരോധം, എന്ത് തങ്ങൾ വിരോധം? തങ്ങളുടെ കുഞ്ഞാക്കടയൊക്കെ അടുത്തോളം ഞങ്ങൾ എത്താൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത്? പക്ഷേ ഇത് വളർച്ച മുരടിക്കുന്നതാണുമ്പോൾ സങ്കടമായിട്ടാണ്. അവർ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു 540 സീറ്റിലെടുത്ത് ഈ കോഴിക്കോട് മത്സരിച്ചൊക്കെ വയനാട് ഒന്ന് മത്സരിച്ചതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ കോൺഗ്രസ് വിരോധം ഉണ്ടായിട്ടോ സോണിയാഗാന്ധിയോട് ഉണ്ടായിട്ടില്ല. എന്തുവാകട്ടെ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, വിനീതമായി പറയണം. പിന്നെ മറ്റൊന്ന്, നമുക്ക് കാര്യത്തിൽ കടന്നാൽ എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്? 4-5 വർഷക്കാലം ഒരുത്തിൻ്റെ കൂടെ ലൈംഗിക പരീക്ഷ നടത്തിയിട്ട് 5-6 വർഷം കഴിയുമ്പോൾ പരാതി കൊടുക്കാണ് പോലീസിൽ കൊണ്ട് എന്നെ ബലാത്സംഗം ചെയ്തു, എന്നെ നശിപ്പിച്ചു എന്ന്. ഞങ്ങൾ അന്ന് ചോദിക്കട്ടെ ഇന്നും ചോദിക്കട്ടെ, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാലോ നശിപ്പിക്കാനോ ഒരു പ്രാവശ്യം സാധിക്കുള്ളൂ. രണ്ടാമത് ചെയ്താൽ അത് ബലാത്സംഗമാവോ? സൂര്യനിൽ കേസായ പെൺകുട്ടി 10-15 ദിവസം പെൺകുട്ടി അത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് 1 ദിവസം 2 ദിവസമൊക്കെ ആകാം. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണാവുന്ന വീട്ടുകാർക്ക് അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാൻ പാടില്ലേ?
2-3 വർഷം കഴിയുമ്പോഴാണ് ബലാത്സംഗത്തോട് കേസ് നടത്തി ഒരു നഷ്ടപരിഹാരമൊക്കെ വാങ്ങിക്കാൻ. അപ്പൊ ദയവ് ചെയ്ത് സമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ 4-5 വർഷം കൊണ്ട് ഈ ലൈംഗിക വേഷം ആക്കിയിട്ട് അത് ബലാത്സംഗമായുള്ള കേസ് സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ബലാത്സംഗത്തേക്ക് ഒറ്റ പ്രാവശ്യം കൊടുത്തേക്ക് പോട്ടെ, പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടെ. പക്ഷെ അവർക്ക് ഒരു പരാതിപ്പെടാം. എൻ്റെ വിവാഹ വാഗ്ദാനം നൽകി എൻ്റെ എല്ലാം കവർന്നെടുത്തു, ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ചില ഫോർമാലിറ്റി ഉണ്ട്, ചില രീതിയുണ്ട്, ചില നടപടിയുണ്ട്, അത് ഓക്കെയാണ്. അത് ബലാത്സംഗം അല്ലെങ്കിൽ പിന്നെ ബലാത്സംഗം പിന്നെയുള്ള പോക്സോ ഇല്ലല്ലോ, ഏത് പ്രായപൂർത്തിയാകാത്ത കുട്ടി പീഡനം, അതൊക്കെ ബന്ധാണോ? ഇപ്പം ഇദ്ദേഹത്തെ കാര്യം ഒരു വിവരമുള്ള ഡോക്ടർ ഫാമിലിയിലെ ഒരു പെണ്ണാണ്, ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടറെ അറിയില്ലേ അവർക്ക് ഒരു ദിവസം കിടപ്പ് 2 ദിവസം കിടപ്പ് മനസ്സിലായില്ലേ കല്യാണം കഴിക്കണത്? ഏടോ മാന്യ സമൂഹമേ, സമുദായത്തിലെ സ്ത്രീകളെ നമ്മൾ അങ്ങേറ്റ് ബഹുമാനിക്കുന്ന ഒരു വർഗമാണ് സ്ത്രീകൾ. എൻ്റെ അമ്മയാണ് സ്ത്രീ. എൻ്റെ അമ്മയും ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീയെ നമ്മൾ മറ്റാരേക്കാൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കില്ല. ഞങ്ങൾ പറയാണ്, വിവാഹത്തിന് മുൻപ് ഒരു മാന്യമായ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, വിവാഹത്തിന് മുമ്പ് മാന്യമായ ഒരു കാമുകിൽ ഒരു പുരുഷൻ ലൈംഗികമായിട്ട് ആഗ്രഹിക്കില്ല. അതാണ് യഥാർത്ഥ പ്രേമം, അതാണ് യഥാർത്ഥ ലവ് എന്ന് പറയുന്നത്. ഇത് കാമക്കൂത്ത് നടത്താൻ വേണ്ടി കൂടെ കിടന്നിട്ട് പിന്നെ പരാതിപ്പെട്ടെങ്കിൽ അത് കൂട്ടിയൊക്കെ പോലീസ് കുറെ വകുപ്പും രാജ്യങ്ങളും ഭരണകൂടവും. പണ്ട് ഒരു പെൺകുട്ടി ഒറ്റ സ്നേഹിച്ചിരുന്നു. ആ പെൺകുട്ടി സ്നേഹിച്ചിരുന്നപ്പോൾ ആ പെൺകുട്ടി കുറെ കഴിഞ്ഞപ്പോൾ വേറൊരുത്തിൻ്റെ കൂടെ പോയി. വേറൊരുത്തിൻ്റെ കൂടെ പോയപ്പോൾ അയാളെ പോലും ഈ ആദ്യത്തെ കാമുകൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി വളരെ ഫിലോസഫിക്കലാണ്. കാരണം അവൾ സ്നേഹിക്കുന്ന വസ്തുവിനെ പോലും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ കാമുകി സ്നേഹിക്കുന്ന വസ്തുവിനെ പോലും ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണല്ലോ അവൻ്റെ കൂടെ പോയത്. അതുകൊണ്ട് ഞാൻ അവനെ അംഗീകരിക്കുകയാണ്, അവനെ സ്നേഹിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. മനസ്സിലായോ? അതാണ് യഥാർത്ഥ പ്രേമം, അതാണ് യഥാർത്ഥ ലവ് എന്നുള്ളത്. അല്ല വികാരത്തിന് ശബരിന് വേണ്ടി കാമുകി വേഷം കെട്ടി പോകുന്നതല്ല. എന്നിട്ട് സമൂഹം മനസ്സിലാക്കാത്തത്? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ നിർത്താം. ഒന്ന്, ഒരു സ്ത്രീ പുരുഷൻ പ്രേമിച്ചു. ഒരാൾ പക്ക വെജിറ്റേറിയൻ ആയിരുന്നു, മറ്റൊരാൾ പക്ക നോൺ വെജായിരുന്നു. അവസാനത്തേത് നോൺ വെജുകാരൻ വെജിലേക്ക് മാറി, വെജുകാരൻ നോൺ വെജിലേക്ക് മാറി. കാരണം 2 കൂട്ടം സൗകര്യത്തിന് വേണ്ടി. ഇപ്പം 2 കൂട്ടം ഓക്കെ, രണ്ടുമായി. അതൊക്കെയല്ലോ സ്നേഹത്തിൻ്റെ പര്യായം, സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ. ഇതൊന്നും കൂടാതെ 5, 6, 8 വർഷമൊക്കെ കൂടെ കിടന്ന് അവൻ്റെ എല്ലാ കഴിപ്പും തീർന്ന ശേഷം അവൻ പറയുകയാണ്, അവൾ പറയുകയാണ് എന്നെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വാസ്തവം പറഞ്ഞാൽ കാലിൽ ഓടിക്കണ്ടേ? സമൂഹത്തിൽ അന്തസ്സുള്ള ചെറുപ്പക്കാരിലോ അവളെയൊക്കെ ഇരുട്ടടിക്കും, അവനും അവളെയൊക്കെ ഏവർബി ഇനിയാളുന്നില്ല. അത് ബലാത്സംഗം ചെയ്ത് തീർച്ചയായിട്ടും 100% സംരക്ഷണം കൊടുക്കണം. അവന് ബലാത്സംഗം ചെയ്താൽ ഇപ്പോൾ സൗദി അറേബ്യയിലേക്കാണ് അത്തടിച്ചു കൊല്ലാതെ, കല്ലെറിഞ്ഞ് കൊല്ലാതൊക്കെയാണ്. ഇന്നലെ സൗദി അറേബ്യയിൽ എന്താണ് നമ്മുടെ പണനിക്ഷേപം പോയില്ലേ? ആ പണം നിക്ഷേപിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് ATM പണം നിക്ഷേപം കൊണ്ടുപോയ വണ്ടി കൊള്ള ചെയ്ത ഒരാളെ പിടിച്ചിട്ട് എന്നിട്ട് 1 ആഴ്ച 2 ആഴ്ച കൂടി തീരുമാനം വന്നിട്ട് അവനാട് കൊന്നു കളഞ്ഞ്. പക്ഷെ അവിടെ നടക്കും. ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ജാതി വരും, മതം വരും, രാഷ്ട്രീയം വരും. നിരപരാധി കൊല്ലും, അപരാധി പുറത്തേക്കും ചെയ്യും. അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺ ദ സ്പോട്ടിൽ വെടിവെക്കുന്ന കേസൊക്കെ സപ്പോർട്ട് ചെയ്യാം നമുക്ക്. പക്ഷെ ആ സപ്പോർട്ട് ചെയ്യുമ്പോഴും നിരപരാധിയായിരിക്കും വരുന്നത്. അവിടെ ജാതി വരും, വർഗീയത വരും, ഒക്കെ വരും. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള നെറികെട്ട് വ്യക്തിത്വങ്ങളും ജീവിതങ്ങളും നമ്മളവരൊക്കെ ശ്രദ്ധിക്കുക എന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത കേസ്. കന്യാസ്ത്രീകളെ ആരും അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ലതല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ. അപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തൊക്കെ എന്ത് കാരണത്തിലാണ് അവരെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കണം, അല്ലെങ്കിൽ വീണ്ടും വന്ന് ശ്രമിച്ച എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ 2 കന്യാസ്ത്രീകളെ കാരണമായി എന്നവർ പറഞ്ഞു, അകാരണമായി എന്ന് എതിർ പറഞ്ഞു.
അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ്. അതിനെതിരെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, നെറികെട്ട രാഷ്ട്രീയക്കാരെല്ലാം എത്ര വ്യാപകമായിട്ടും വിപുലമായിട്ടും സമരത്തിറങ്ങി, എത്ര ഡൽഹി പോലെ കൂടെ യൂത്ത് ബൂത്ത് വരെ സമരം ചെയ്യണം. അച്ഛന്മാരിറങ്ങി, സഭ ഇറങ്ങി, മറ്റൊരു എല്ലാം ഇറങ്ങിക്കോട്ടെ, അതും കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതാണ്ട് 1.5-2 ലക്ഷത്തോളം യുവാക്കൾ, ജാതി പൊതുവെ ഞാൻ പറഞ്ഞില്ല, യുവാക്കൾ ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ കാത്തു കഴിയാണ്. നമ്മൾ പറഞ്ഞു ഇവരെല്ലാം കുറ്റവാളിയാണെങ്കിൽ, വിചാരണ നടത്തി കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിച്ച് തൂക്കിക്കൊന്നും നമുക്ക് പരാതിയില്ല. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. പക്ഷേ ഒരുത്തിന് പേരിൽ ആരോപിക്കുന്ന തെറ്റിന് ഇന്ത്യയുടെ ഇന്നത്തെ നിയമത്തിൽ 8 വർഷമാണ് ശിക്ഷ വിചാരിക്കാം. അവൻ 16 വർഷമായിട്ട് ജയിലിൽ കിടക്കാണ് വിചാരം കൂടാതെ. അത് എവിടുത്തെ നീതിയാണ്? ഏത് ആർഷ ഭാരത സംസ്കാരമാണ്? ഏത് ഇന്ത്യൻ പീനൽ കോഡാണ്? നമ്മൾ അംബേദ്കർ ഉൾപ്പെടെയുള്ള എഴുതിയ ഭരണങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നുള്ള നിയമമാണ്. അത്ര ബൃഹത്തും മഹത്വമായ ഒരു തത്വസംഹിതയും നിയമവലിയുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഒരിക്കലും പറയാം, നിങ്ങൾക്കെല്ലാം അറിയെങ്കിലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജോസഫ് എന്നൊരാൾ ഏതൊരു പെൺകുട്ടി പോക്സോ കേസ് കൊടുത്ത് 1 വർഷം 9 മാസമായിട്ട് ജയിലിൽ കിടന്നു. അത് ഇപ്പോൾ ആ കുട്ടി ഒന്ന് പറയണം, ആ കുട്ടിയല്ല, എൻ്റെ കാമുകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കാർന്നവരെ പേര് പറഞ്ഞാണെന്ന്. അത് ഒരു ജോസഫല്ല, മുഹമ്മദല്ല, രാമല്ല എല്ലാം ഉണ്ടെന്ന് ഞാൻ ഒറ്റ പറയില്ല. ഇത് 20 വർഷം മുമ്പ് തൂക്കിക്കൊന്ന ഒരാൾ അന്വേഷിച്ചപ്പോൾ അയാൾ കുറ്റവാളിയല്ലെന്ന് തെളിഞ്ഞ് തൂക്കിക്കൊന്നാൽ തിരിച്ചു വെക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഭരണഘടന നയിക്കുന്ന അല്ലെങ്കിൽ നിയമം നോക്കുന്ന നിയമ സംരക്ഷകർ എന്താണ് നിങ്ങളുടെ ചിന്ത? എന്താണ് നിങ്ങളുടെ പ്രവൃത്തി? ഞാൻ റിട്ടയർഡ് ചെയ്ത സുപ്രീം കോടതി ജഡ്ജി മുതൽ താഴേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് വരെയും ആ ബിസിനസ്സുകാരൊക്കെ അതിൽ പെടുന്നുണ്ട്. റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണം. ഞാൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പോകുന്ന പ്രധാനമന്ത്രി ഒക്കെ അതിൽ പെടുമല്ലോ. നിങ്ങൾ 2 ലക്ഷത്തിൽ താഴെ യുവജനങ്ങൾ വിചാരണ കൂടെ ജയിലിൽ കഴിയുന്നുണ്ട് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്ത് നടപടി നിങ്ങൾ എടുക്കേണ്ടത്? എന്നെ ഉൾപ്പെടെ പറഞ്ഞത്, ഞാൻ അവർ മറ്റൊന്നല്ല. അതിൽ നിരപരാധി ആളുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ന്യായീകരണം പറയാൻ പറ്റും. അപ്പോൾ എത്ര കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കിട്ടാന്ന് നമ്മൾ പറയാൻ പാടില്ല, പറയാനും പറ്റില്ല അത്. പക്ഷേ വിചാരണ നടത്തി, അത് ന്യായമായ സത്യവിചാരണ നടത്തി കുറ്റവാളികളെങ്കിൽ അവന് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ നിർത്തണം. ഇത് ശിക്ഷ കൊടുക്കുകയില്ല, വിചാരണ ചെയ്യുകയില്ല. അതിനാണ് പക്ക മലയാളത്തിൽ പറഞ്ഞാൽ, കടുത്ത ഭാഷ പറഞ്ഞാൽ അതൊക്കെ പിന്നീട് തേക്ക് ഞാൻ പറയുന്നില്ല, അതിനാണ് മാന്യതയല്ല എന്ന് പറയുന്നത്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? എന്താ മനസ്സിലായത്? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നുള്ള ഇന്ത്യൻ ഭരണഘടന, അല്ലെങ്കിൽ ഭാരത ഭരണഘടന ആയതുകൊണ്ട് ഭാരതീയ നിയമ സംശയം അതുള്ള രാജ്യത്ത് അവൻ ചെയ്ത തെറ്റിന് കിട്ടാവുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ സമയം വിചാരണ കൂടാതെ ജയിലിട്ടെങ്കിൽ അതിന് എന്ത് നിയമം പറയും? എന്ത് ന്യായമാണ് പറയുന്നത്? ഇപ്പം മദനി സാഹിബിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു മദനി സാഹിബ് തെറ്റിയിട്ടെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊന്ന ഒരു കുഴപ്പമില്ല, നിയമം ഇവിടെ. പക്ഷെ ചെയ്യാതെ 10-20 വർഷം ജയിലിൽ കിടന്നില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പേരിൽ ആരോപിച്ചിരിക്കുന്ന ശിക്ഷയ്ക്ക് തെറ്റിനനുസരിച്ച് കിട്ടുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ജയിലിൽ കിടന്നു. ധർമ്മം ആരോപിച്ച രക്ഷ ചെളിയാണെങ്കിൽ 8 വർഷമായിരിക്കും, ഇത് 16-20 വർഷമായിട്ട് കിടന്നു. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ, അത് ജാതി മതം നമ്മൾ പറയുന്നില്ല. ഓർബി മനുഷ്യനാണല്ലോ. മൃഗങ്ങളെ പോലും, ജീവൽ വസ്തുക്കളെ പോലും മാത്രമല്ല, ജീവില്ലാത്ത പുല്ല്, കല്ല് കരട് കാഞ്ഞിരം പോലെ മുള്ളു വീട് മൂർക്കെന്ന് പറയും പോലെ അതിനെയെല്ലാം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇസ്ലാം അത് കാര്യം പറഞ്ഞു, പ്രവാചകന്മാർ പറയും, നിന്റെ നടത്തത്തിൽ പറ്റിയ അശ്രദ്ധ കൊണ്ട്
അടുത്തോട് നടന്നു പോയി ഒരു പൂച്ചക്കുഞ്ഞ് പേടിച്ച് അതിൽ വിരണ്ടു പോയിട്ടുണ്ടെങ്കിൽ സത്യം നിന്നോട് ഞാൻ സമാധാനം ചോദിക്കും എന്നാണ് ഖുർആനും ഹദീസും പ്രവാചക വചനവും അള്ളാഹുവിൻ്റെ വാക്ക്. ഇസ്ലാം മതത്തിൻ്റെ വിവക്ഷതാണ്. നിന്റെ നടത്തത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് ചില തെറുതി പിടിച്ചൊക്കെ പോകില്ലേ, പോകുമ്പോൾ അതിലെ പൂച്ചക്കുട്ടി പേടിച്ചു പോയി, നടുങ്ങിപ്പോയി. സത്യം നിന്നോട് ഞാൻ സമാധാനം ചോദിക്കും. വിശ്വാസിയോടെ പറഞ്ഞത്. വിശ്വാസത്തിൽ അത് കള്ളിഷാപ്പിൽ കള്ളു കുടിക്കുന്നതിന് ഇറച്ചി അർത്ഥം നോക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസികളാണ്. കാരണം എന്താണ്, നിനക്ക് ആ ശക്തി തന്നതും പൂച്ചക്കുഞ്ഞ് ശക്തി കുറച്ചും ഞാനാണ്, എൻ്റെ സൃഷ്ടിയാണ്. നീ അത് സമാധാനം പറഞ്ഞേ തീരൂ എന്നാണ്. അതാണ് യഥാർത്ഥ വിശ്വാസ ചിന്താഗതി. അതുകൊണ്ട് നമ്മളുടെ നടത്തത്തിൽ പോലും സംസാരത്തിൽ പോലും ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുമ്പോഴേ ഒരു റിട്ടയർഡ് ഓഫീസർ വരുന്നുണ്ട്, പോലീസ്, ഒരു 6-6 അടി പൊക്കമുള്ള ആചാരബഹുവാണ്. ഇന്ന് പെൻഷൻ കഴിഞ്ഞ് ഒരു റിട്ടയർഡായിട്ട് 17 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളെ കണ്ട പേടിയാവും. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ യൗവനകാലത്ത് SI ആയിരിക്കുമ്പോൾ എത്ര പാവങ്ങൾ, എത്ര നിരപരാധികളെ പേടിപ്പിച്ചാണ്. തല്ലിയുണ്ടാവില്ല, പേടിപ്പിച്ചാണ്. ഒരു പൂച്ചക്കുട്ടി നടന്നു പോകുമ്പോൾ ഒരു പൂച്ചക്കുട്ടി നടുങ്ങിയെങ്കിൽ അതിന് സമാധാനം പറയണം എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ ഇവരൊക്കെ എന്ത് സമാധാനം പറയും? എത്ര പാവം കിട്ടണം, മൂത്രവിശ്വാസം പേടിച്ചിട്ട്. പ്രത്യേകിച്ച് ഒരു 50 വർഷം മുൻപ്. ഞാളുടെ പേരൊന്നും പറയുന്നില്ല, അത് ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കോട്ടെ, ഞാൻ പറയാൻ ഊഹിക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അറിഞ്ഞാലും അറിയാതെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനം പറയണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരെയും നമ്മൾ ഇകഴ്ത്തി പറയണ്ട, ആരെയും നമ്മൾ പുകഴ്ത്തി പറഞ്ഞു. നീ അവൻ നല്ലവനാണ്, ചീത്ത നമുക്കറിയാൻ പറ്റില്ലോ. അവിടെ നീ അവനെ ഇകഴ്ത്തി പറയണ്ടേ? അവൻ ചിലപ്പോൾ നല്ലതല്ല, ചീത്തയായിരിക്കും, മേ ബി. ഇപ്പോൾ പൊന്നുരുത്തി പള്ളിയിലെ ഉസ്താദ് കുഞ്ഞു മുസ്ലിയാർ സാമാന്യ കുറച്ചുകൂടെയൊക്കെ പക്വതയും പാകതയും വിവേകമുള്ള ആളാണ്, അറിവ് മാത്രമല്ല വിവേകമുള്ള. അദ്ദേഹം പള്ളിയുടെ മെമ്പറിൽ കയറിയെന്നാൽ പ്രസംഗിക്ക് പറയാണ്, എന്താണ്, മരണശേഷം ചിലപ്പോൾ സ്വർഗവും നരകവും ഇല്ലായിരിക്കാം, പക്ഷെ ഉണ്ടെങ്കിലോ നമ്മളപ്പോൾ വിളിക്കണ്ടേ? അവിടെ നമ്മൾ ഉണ്ട് എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യാതെ നല്ലത് ചെയ്ത് മുന്നോട്ട് പോവുക. അതും ധൈര്യമായിട്ട് ഇപ്പോൾ ജുമാക്ക് തൂപോകുന്ന മെമ്പറിൻ്റെ മുകളിൽ പറയാൻ ധൈര്യം ഉണ്ടാവുമോ? ആൾക്കാർ കലയിലൊടിക്കൂലേ? അപ്പോൾ ഡൗട്ടില്ല ഇവിടെ. അങ്ങനെ സംശയം വരാൻ പാടില്ല. മുസ്ലിം സംബന്ധിച്ച് ഇസ്ലാം സംബന്ധിച്ച് സംശയം വരാൻ പാടില്ല. ഉണ്ടെങ്കിലുള്ളൂ. എങ്കിലും അദ്ദേഹം പറയാം, അദ്ദേഹം അത്ര പക്വതയുള്ള ആൾ, അത്ര വിവേകമുള്ള ആളാണ്, ജനങ്ങൾക്ക് അറിയാവുന്നുണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആരെയും ഇകഴ്ത്തി പറയണ്ട. പൂഴ്ത്തി പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞാൽ പൂഴ്ത്തിയും പറയണ്ട. മിണ്ടായിരിക്കില്ല, മൗനം വിദ്വാനുഭൂഷണം. അത് ചെയ്യണ്ടേ? നല്ല ശ്രീമൻ PT ചാക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുറിപ്പെന്ന് കണ്ടേ, അദ്ദേഹത്തെ കുറിച്ച് എഴുതി, അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ സംഭവിച്ചു. അദ്ദേഹത്തോട് അന്ന് സാദിഖലി എന്ന് പറഞ്ഞാൽ AICCയുടെ സെക്രട്ടറി ആയിരുന്നു. അവർ തമ്മിൽ അന്നത്തെ പ്രശ്നം പറഞ്ഞു തീർക്കുമ്പോൾ വന്നത് 64, 65, 66 കാലഘട്ടത്തിലൊക്കെ, ബിഫോർ 70. അത്രയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇന്ന് 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൽ എത്ര ഭാരവാഹിത്വം, എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര പേരുണ്ട്? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഞാൻ പറഞ്ഞ 2 കന്യാസ്ത്രീകളെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലായിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ ബെന്നി ബെഹന മുതൽ ഇവിടെ IBയുടെ പോലെ റഹീം മുതൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും കാക്കായും മാപ്പിളും നായരും ഒക്കെ വന്നല്ലോ. നല്ല കാര്യം, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിലല്ലേ 10,000-കണക്കിന് യുവാക്കൾ, ഇന്ത്യൻ പൗരന്മാർ വിചാരണ കൂടാതെ തടവിൽ കിടക്കുന്നത്? അത് അതിലുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണ്ടേ? ഇല്ലെങ്കിൽ അത് അന്വേഷിച്ച് ബോധ്യപ്പെടുത്തണ്ടേ? ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എത്ര പേര് അതേക്കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ ഒരു ചിന്തിച്ചു? പ്രവർത്തിക്കണ്ട, ചിന്തിച്ചു. ഇത് ആദ്യം കൊണ്ട് പറയാണ്. ലക്ഷക്കണക്കിന്, അല്ലെ ലക്ഷക്കണക്കിന് തെറ്റില്ല, കാരണം 1-2 ലക്ഷത്തിലാണ് കുട്ടികളുടെ ചെറുപ്പക്കാർ ഇന്ത്യൻ പൗരന്മാർ. ഞാൻ ഒരു ജാതി മതം ഒന്നും പറയുന്നില്ല, എനിക്ക് എല്ലാ ജാതികളും കണക്കാണ്, അതുകൊണ്ട് പറയുന്നില്ല. അവർ വിചാരം കൂടെ കിടപ്പുണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഈ റഹീം ഉൾപ്പെടെ, അല്ലെങ്കിൽ ബെന്നി ബെഹന ഉൾപ്പെടെ
കോൺഗ്രസ് നേതാക്കളെ, CPM നേതാക്കളെ, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റഹീമിൻ്റെ തട്ടിപ്പും ഈ പെന്നിയുടെ തട്ടിപ്പും ഒക്കെ. കാരണം കന്യാസ്ത്രീകളെ അവിടെ ഒരു 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊരു ആവേശമാണ്. ഇത് ഞാൻ പറയുന്നില്ല, എനിക്ക് കിട്ടുന്ന മെസ്സേജിലാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇരട്ട ചുരുക്കാണ്. ഞാൻ പറഞ്ഞു നമുക്ക് സന്തോഷമുള്ളൂ അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ആ പാവപ്പെട്ട സ്ത്രീകളാണ്, അവർ കേടും. പക്ഷെ അതേ രാജ്യത്താണ്, അതേ സാഹചര്യത്തിലാണ്, അതേ MP മാരും MLA മാരാണ് ഇവിടെ അധിവസിക്കുന്നവർ. ഇതൊക്കെ മിണ്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് പാലം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? ഒരു വശത്തേക്ക് മാത്രം കടന്നാൽ മതിയോ? തുല്യ നീതി ലഭിക്കണ്ടേ? ഇതൊക്കെ ഇരുന്നാണത്. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മതപ്രചരണത്തെക്കുറിച്ചും കൺവേർഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊരു പോയിന്റ് ഇതാണ്. മതപരിവർത്തന ഒരു ജാതിയും പ്രവർത്തിക്കേണ്ടെന്നേ. മുസ്ലിം വേണ്ട, ക്രിസ്ത്യാനി വേണ്ട, ഹിന്ദു വേണ്ട, ഒന്നും വേണ്ട, ഒരു ജാതി ചെയ്യണ്ട. കൂട്ടമായ മതപരിവർത്തനം വേണ്ട. ഒറ്റ കാലിൽ വന്നിട്ട് വന്നോട്ടെ. പിന്നെ എന്ത് ചെയ്യാം? ജന്മന സാഹചര്യങ്ങൾ. ഒരു വ്യക്തിയുടെ വികാസം 2 കാര്യമാണ്: എൻവയറമെന്റ് ആൻഡ് ഹെറിഡിറ്റി. പാരമ്പര്യം, പരിസ്ഥിതിയാണ്. പാരം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. പരിസ്ഥിതി, സാഹചര്യം, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ജന്മന എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ട് വരുന്നാൽ, സാമ്പത്തിക ശേഷി കുറഞ്ഞ, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരും ഉണ്ടെങ്കിൽ, ആദിവാസികളും ഉണ്ടെങ്കിൽ, അവരെ നിങ്ങൾ ഡെവലപ്പ് എടുക്കണം. അതൊരു തെറ്റുമില്ല. അതിന് ബൈബിളും ഖുർആനും ഗീതമായിട്ട് ചെല്ലരുത്. പുരോഹിതന്റെയും പള്ളി മുസ്ലിയാരുടെയും സന്യാസിനെയും പേര് ചെല്ലരുത്. ഇതിപ്പോൾ ചെല്ലുന്നത് സന്യാസി വേഷത്തിലും പുരോഹിത വേഷത്തിലും മൗലി വേഷത്തിലാണ്. ഈ കള്ളന്മാരൊക്കെ പോകുന്ന അവർ ജാതിയും ബൈബിൾ ഖുർആനും ഗീത കൈ പിടിച്ചാണ് പാവപ്പെട്ട നന്നാക്കാൻ വേണ്ടി ചെല്ലുന്നത്. അത് വേണ്ട. നിങ്ങൾ നന്നാക്കിയോ, ഒരു തെറ്റുമില്ല. അവിടെയാണ് ആത്മാർത്ഥകൾ. മദർ തെരേസയെ കുറിച്ച് നമ്മുടെ സംഘപരിവാർ പറഞ്ഞ കാര്യം സഭ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ഇന്നും സംഘപരിവാറിന്റെ ലെറ്ററിനല്ലോ ഒരു ക്യാൻസർ രോഗിയെ ഓപ്പറേഷൻ കൂടെ ഭേദപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് മദർ തെരേസയ്ക്ക് പോപ്പ് പുണ്യാത്മാവെന്ന് കൊടുത്തത്. അത് കൃത്രിമായിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, മാറിയിട്ടില്ലെന്നാണ് സംഘപരിവാർ ചെയ്ത പുസ്തകമുണ്ട്. അവരിപ്പോഴും അത് മാറ്റി തിരിച്ചിട്ടില്ല. നിങ്ങളെന്ത് മനസ്സിലാക്കി? തന്നെയല്ല ഇതൊന്നും ഇത്രയും കാലം പറഞ്ഞില്ല, ഇപ്പൊ പറയാണ്. 2 കാരണം. ഒന്ന്, നമ്മളൊക്കെ ബഹുമതി പോകാറേ. മറ്റൊന്ന്, അവസരം വളരെ മോശം വരുന്നു. അങ്ങനെ സമുദായ സ്നേഹമാണ്, അല്ല രാജ്യ നന്മയാണ് ഈ മദർ തെരേസ ശ്രമിച്ചെങ്കിൽ അവർ വേഷം ധരിച്ചോട്ടെ. പക്ഷെ പള്ളിയുടെയും അമ്പലത്തിന്റെയും ബൈബിളിന്റെയും പേരിൽ തുടങ്ങരുത്. അല്ല, പള്ളിയുടെയും ബൈബിളിന്റെ പേരിൽ തുടങ്ങരുത്. മനുഷ്യ സ്ത്രീയായിട്ടൊന്നുകൊണ്ട് ഫ്ലോറൻസ് നൈറ്റിംഗേൽ മദർ തെരേസയേക്കാൾ എത്രയോ വലിയ, അവർ ക്രിസ്ത്യൻ മതം വെച്ചാണുള്ളത്. അവർ ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷെ അവർ ക്രിസ്ത്യൻ മതത്തെ പേരിലല്ല അത്ര കുഷ്ഠരോഗി ചികിത്സ. ചരിത്രം ഞാൻ മനസ്സിലാക്കണം, ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്താട്ടോ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുണ്യമതിയൊന്നും ആരും പറഞ്ഞില്ല. അവരൊരു മനുഷ്യ സ്ത്രീയായിരുന്നു, കുഷ്ഠരോഗികള്. അപ്പോൾ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പണം കൊടുത്ത് താഴെ കിടക്കുന്ന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു വികസനമല്ല, സ്വാർത്ഥ താല്പര്യമാണ്, ജാതിയിൽ ആളെ കൂട്ടാണ്. വേറൊരു കാര്യം പറഞ്ഞു, അത് സംഘപരിവാർ എല്ലാം നമ്മളെല്ലാം പറഞ്ഞില്ലേ. അതായത് മറ്റേ കർണാടകയിൽ മരിച്ചുപോയ മന്ത്രിയില്ലേ, മുഖ്യമന്ത്രി ജഗന്നാഥ് റെഡ്ഡി പറ്റോ, അദ്ദേഹം മരിച്ചു കഴിയുമ്പോഴറിഞ്ഞു ക്രിസ്ത്യാനി എന്നുള്ളവരും. അതറിയില്ലായിരുന്നു. അവിടെ എല്ലാം ക്രിസ്ത്യാനി ആയിരിക്കണം ജാതി, പക്ഷെ അവർ പേര് മാറിയിട്ടില്ല. പേര് മാറിക്കഴിഞ്ഞാൽ ആനുകൂല്യം കിട്ടില്ല. കാരണം ദളിത് ആദിവാസികളൊക്കെയാണ് ആദ്യം മാറുന്നത്. അതെല്ലാം പേര് മാറ്റാതെ സർക്കാർക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടി പേര് മാറ്റില്ല. പക്ഷെ പറയുന്ന ഒരു പള്ളിയിലും പോകും, ക്രിസ്ത്യൻ ജീവിതമാണ്, രേഖാമൂലമില്ല. അതാണ് കൺവേർട്ട് ആളെ കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഈ സംഘപരിവാർ ഇതെല്ലാം കൃത്യമായിട്ട് കണക്കെടുത്തിട്ടുണ്ട്. കരിമീൻകാല് ചേമീൻകാലൊക്കെ അല്ലേ, നിങ്ങൾ മനസ്സിലാക്കുക. സംഘപരിവാർ A-Z അവർ പണി എന്താ അറിയോ? ഞാൻ പറഞ്ഞുതരാം, കരിമീൻകാലൊക്കെ അറിയില്ലെങ്കിൽ. കേരള തരത്തിൽ 5000-ൽ പരം ശാഖയാണ്. അത് 10,000 ആക്കാൻ പോകണം.
അവിടെ കേരളത്തിൽ കാര്യം അവർ 10 മണി രാത്രി 10 കഴിഞ്ഞാൽ ഒരു 50-60 പേരൊക്കെ ശാഖയിൽ പരിശീലനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവിധ ഗ്രൂപ്പായിട്ട് ഓരോ നാൽക്കളിലോ കലിങ്കൽ വന്നിരിക്കും. രാത്രി 10 ശേഷം ഇരുന്ന് 4-5 പേര് ഒരുമിച്ചിട്ട് സംസാരിക്കും, നോട്ട് ചെയ്യും. അവരെല്ലാം നോട്ട് ചെയ്യും. ഇപ്പം ഈ ചുറ്റോളിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാലോ, കൃത്യമായിട്ട് അറിയാലോ. അങ്ങനെ എടുത്ത കണക്കുണ്ട്. അതാണ് ഏത് 40% മുസ്ലിങ്ങൾ പറയുന്നത്, വെറുതെ വന്നല്ല. അങ്ങനെ കണക്കെടുത്തിട്ടുണ്ട്. കാരണം 100 വർഷക്കാലം അവർ നിസ്വാർത്ഥമായി സേവനം ചെയ്ത് ആ ഒരു പ്രത്യയശാസ്ത്രം തെറ്റോ വെച്ചിട്ട് അത് വേറെ കാര്യം, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന 100 ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് ഇന്ത്യയിൽ, കേരളത്തിലുണ്ട്. മറ്റേത് സംഘടനയേക്കാൾ വെൽ പ്ലാൻഡ് ആണ് അവർ. വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. ആ പോളിസി അല്ലെങ്കിൽ ആ ആദർശം വിജയിപ്പിക്കാൻ വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എനിക്കറിയാം പലരും ഈ ബസ്സോട്ട് ബാഗായിട്ട് നടക്കുന്നു, പ്രവർത്തിക്കുന്നു. അവർക്ക് വേറെ ലക്ഷ്യമുള്ള ഒരു പബ്ലിസിറ്റി ഇല്ല, അവർ മീറ്റിങ്ങില്ല, ഒരു യോഗയിലൊന്നുമില്ല. 2 വർഗമാണ് ഇന്ത്യയിൽ, 2 വർഗം തെറ്റിദ്ധരിക്കും. 2 ഗ്രൂപ്പാണ് ഇന്ത്യയിൽ ലെറ്റർ പാട് പോലും ഇല്ലാത്തത്. ഒന്ന് RSS സംഘപരിവാറും, ഒന്ന് മറ്റൊന്നുണ്ട് ഈ തബ്ലീഗ് എന്നൊരു സാധനമുണ്ട്. അവർക്ക് ലെറ്റർപാട് കണക്കൊന്നുമില്ല. ഒരു പരിപാടി ഇന്ന് വയ്ക്കുകയാണെങ്കിൽ അതായത് ഒരാൾ കേൾക്കും, അത് കഴിഞ്ഞിട്ട് ആ കള്ളാസയില്ല ഇല്ലേ, അടുത്ത വരിക വേറെ ആളാക്കും. അങ്ങനെ പോകണം. ഒരു കണക്ക് ലെറ്റർപാട് വരെ ഇല്ലെന്ന് എൻ്റെ അറിവ് കേട്ടോ. ഇതൊക്കെ തെറ്റാണ്, നിങ്ങൾക്ക് തിരുത്താം. തബീര് പ്രവർത്തക അതിൻ്റെയൊക്കെ 10 മടങ്ങ് 1000 ഇരട്ടിയാണ് RSSൻ്റെ. ഒരു ലെറ്റർപാടില്ല, യോഗമില്ല, മീറ്റിങ്ങില്ല, ബോർഡില്ല. വല്ല 2-3 കൊല്ലത്തോ എന്തോ ഒരു പദസഞ്ചലനം വയ്ക്കും. അതിൽ കുറച്ച് ചെറിയ ആൾക്കാരൊക്കെ റോട്ടിൽ വരുന്നില്ല, വേറെ ആരുമില്ല. രഹസ്യമാണ് പ്രവർത്തനം. അതുകൊണ്ട് അവരുടെ വളർച്ച എത്രയാണ് രജിസ്ട്രേഷൻ വകുപ്പിനൊക്കെ ഊഹിക്കാൻ നല്ല കൃത്യമായിട്ട് കിട്ടുന്നില്ല. കാരണം അവരോട് കൂടുതൽ അറിഞ്ഞാലേ പോലീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് യോഗം കൂടുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് വരും, അന്വേഷിക്കും എന്താണ് നിങ്ങളുടെ പരിപാടി, എത്ര ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾ പറയും, അങ്ങനെ റിപ്പോർട്ട് ഇത്. അവർ അങ്ങനെ ഇല്ല, ഒരു നോട്ടീസില്ല, ഒരു ആൾപ്പോഴും ഇല്ല. അവർ പരസ്പരം വാക്കൽ. പണ്ട് ഞാൻ നിർത്താൻ, പണ്ട് കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ബാവക്ക, പിന്നെ തോമസ് ഓപ്പള, രാമകൃഷ്ണൻ നായർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ നല്ല നല്ല കമ്മ്യൂണിസ്റ്റ്. നടന്ന് വൈകിട്ട് 4 മണിക്ക് നടന്നാണ് 20-25 കിലോമീറ്റർ അകലുള്ള യോഗ സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ യോഗ സ്ഥലത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് പ്രഖ്യാപിക്കും, അടുത്ത യോഗം ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് പറയും. അങ്ങനെ അനൗൺസ് ചെയ്തവർ. വേറെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാൻഡ് ഫോണോ ഒന്നും ഇല്ല കാലത്ത്. അപ്പോൾ ഇന്നൊരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്നാണ് 2 ആഴ്ച 10 ദിവസം കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയാൻ അറിയുക. അത് കേട്ടെടുത്ത് അവരവിടെ വരും, അടുത്ത പ്രാവശ്യം. അങ്ങനെ കണ്ടിന്യൂറ്റിയാണ്. ഇതൊക്കെയാണ് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ഈ തബ്ലീഗിൻ്റെ ഒക്കെ പ്രവർത്തനം. ഒരു കാര്യം ശ്രദ്ധിക്കുക, രാഷ്ട്രീയ നേതാക്കളോടും റിട്ടയർഡ് ചെയ്ത ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള മാന്യന്മാരോടും ഞങ്ങളിപ്പോഴൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ വിചാരണ കൂടാതെ തടവിലായി കഴിയുന്നുണ്ടെങ്കിൽ അവർ വിചാരണക്ക് എന്താ തടസ്സം? അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്ക്, അല്ലെങ്കിൽ സർക്കാർ റിപ്പോർട്ട് കൊടുക്ക്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്. ഒറ്റ കാര്യം പറഞ്ഞു കേട്ടോ, പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ഹസനെ നമ്മുടെ വീണ ജോർജ് ആരോഗ്യമന്ത്രി ഏതോ നടപടി എടുക്കാനൊക്കെ പോകണമെന്ന് പറയും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പിണറായി സഖാവ്, ഈ വീണ ജോർജ് എന്ന മഹതിക്ക് കേരളത്തിൽ മന്ത്രിയാകാനുള്ള എന്ത് യോഗ്യത അവർക്കുള്ളത്? മറ്റു പലൊരു കാര്യമുണ്ട്, ഞാൻ അവർ പറയാണ്. അത് സഭാ നേതൃത്വത്തിൻ്റെ സെക്രട്ടറിയുടെ ഭാര്യ എന്നല്ലാതെ വേറെ എന്ത് യോഗ്യത ഉള്ളേ? രാഷ്ട്രീയമായിട്ട് ഒരു യൂണിറ്റ് പ്രവർത്തിക്കുകയോ കമ്മീഷൻ വന്നില്ല. നിസ്സാര വർഷത്തെ പരിചയം കൊണ്ട് പിണറായി സഖാവായിട്ട് പരിചയം വന്ന് അദ്ദേഹത്തിന് തോന്നി ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് ഓക്കെ. വീണേ അത് വേണ്ട മോളെ, എനിക്ക് മോളെന്ന് അറിയാതെ ഞാൻ നിങ്ങൾക്ക് പുകഴ്ത്തി പറഞ്ഞോളാം, അത് വേണ്ട. ഇപ്പം നിങ്ങളെ 4 പേരെ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അതൊന്നും വേണ്ട. അങ്ങേരെ ജീവിതം വരെ കളഞ്ഞ് 10 പൈസ സമ്പാദിക്കാതെ ഇന്നോവ കാറിലും 4-5 വലിയ റിസോർട്ടൊക്കെ വാങ്ങിച്ച് താമസിക്കാൻ പെണ്ണുപിടിച്ച് നടക്കേണ്ട പ്രായമാണ്, വെള്ളമടിച്ച് നടക്കേണ്ട. ആ സമയത്ത് പുള്ളി അതൊന്നും ഇല്ലാതെ ഒരു സ്കൂട്ടർ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോഴും മറ്റെന്തൊക്കെയാണെങ്കിലും അഴിമതി ചെയ്തില്ല എന്നുള്ള ഇക്കാലത്ത് വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങളെ വളഞ്ഞ വഴിയുള്ള ചിന്താഗതി വെച്ച് അത് റിപ്പോർട്ടൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവരത് മനസ്സിലാക്കും. ജാതിക്കും മതത്തിനും വർഗത്തിനും പ്രാദേശികത്തിനും എതിരെ മാറി നിന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമതിയിൽ മനസ്സിലാക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ആ വോട്ടർമാർ 1,10,00,000 പേര് അങ്ങനെയുള്ളവരുണ്ട് കേരളത്തിൽ. ബാക്കിയൊക്കെ പാർട്ടിക്ക് കീഴ്പ്പെട്ടൊക്കെ, അപ്പോൾ പാർട്ടി എന്നും കേൾക്കും. അവർ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം, ഓർമ്മ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഞാനത് നിർത്തുന്നു. ഒരിക്കൽ കൂടി ജയ് ഹിന്ദ്.